എളുപ്പത്തിലും പെട്ടെന്ന് തന്നെയും തുടങ്ങാൻ പറ്റാവുന്ന ഒരു ചെറിയ സംരംഭമാണ് പെർഫ്യൂം ബിസിനസ്. അതിനധികം മെഷീനറികളോ വലിയ ഇൻവെസ്റ്റ്മെന്റോ ആവശ്യമില്ല. നിരവധി ആവശ്യക്കാരുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇപ്പോൾ പെർഫ്യൂം ധാരാളമായി ഉപയോഗിക്കുന്നു. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു സംരംഭമാണ്. കാരണം ഇന്ന് വളരെ അധികം പെർഫ്യൂം ബോട്ടിലുകൾ അവൈലബിൾ ആണ്. 30 കൊല്ലം മുമ്പ് നമുക്ക് ഇതുപോലെയുള്ള കളേർഡ് ആയിട്ടുള്ള ബോട്ടിലുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ബോട്ടിലുകൾ അവൈലബിൾ ആണെങ്കിൽ തന്നെ അന്ന് അത് ചെയ്യണമെങ്കിൽ മെഷീനറി വേണം, പിന്നെ പെർഫ്യൂം നമ്മൾ ഉണ്ടാക്കണം, നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം വേണമായിരുന്നു. മാത്രമല്ല ഭംഗിയുള്ള ബോട്ടിലുകളൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. പെർഫ്യൂം വിൽക്കുന്ന കമ്പനികൾ അത് ഹോൾസെയിലായിട്ട് ചെറുകിടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററും 2 ലിറ്ററൊക്കെ ആയിട്ട് അത് ലഭിക്കും. അതിൽ നിന്ന് വളരെ ചെറിയ 30 ml 50 ml 100 ml ഒക്കെ ആയിട്ട് ഇതുപോലെ ബോട്ടിലുകൾ നിറക്കാം. ഇതിന് വേറൊരു മെഷീനറിയുടെ ആവശ്യമില്ല. ഇതുപോലെ കളേർഡ് ബോട്ടിൽ മെഷീനറിയുടെ ആവശ്യമില്ല. നമ്മൾ 30 ml 50 ml ബോട്ടിൽ നിറക്കുക. ഇത് ത്രെഡഡ് ക്യാപ്പാണ്, ത്രെഡഡ് പമ്പാണ്. നമ്മളിത് ശരിക്കും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നമുക്ക് റിലീസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഓവർ ക്യാപ്പ് ഉണ്ട്. ആ ഓവർ ക്യാപ്പും കൂടി ഇട്ടാൽ അതിൻ്റെ 90% ഇത് ഓക്കെ ആയി. പിന്നെ നമുക്കൊരു ചെറിയ സ്റ്റിക്കറും ചെയ്താൽ നാളെ തന്നെ നമുക്കിത് മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത്രയ്ക്ക് സൗകര്യമാണ്, പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാം. സ്കൂൾ കുട്ടികൾക്ക് ചെയ്യാം, ലേഡീസിന് ചെയ്യാം, വീട്ടമ്മമാർക്ക് ചെയ്യാം, ബിസിനസ് നോക്കുന്ന ആളുകൾക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങളെപ്പോഴും പറയുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പരീക്ഷണം നടത്തി ബിസിനസ് ചെയ്ത് തുടങ്ങി മാർക്കറ്റ് ചെയ്തെല്ലാം കുറച്ച് വളരെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ മേഖല തന്നെ ഒരുപക്ഷെ തുറന്നു കിട്ടും. സ്വന്തമായി പെർഫ്യൂം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ ബ്രാൻഡിലെല്ലാം ചെയ്യാനുള്ള ഒരു തരത്തിലേക്ക് നമുക്ക് വരും. അന്നേരം അതിന്റെ അനുബന്ധമായ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പെർഫ്യൂം ബോട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കളേർഡ് ബോട്ടിൽ കൂടാതെ നമുക്ക് കളറില്ലാത്ത വൈറ്റ് ബോട്ടിലുകൾ അങ്ങനെ പലതരത്തിലുള്ളവർ. മാത്രമല്ല ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബോക്സുകൾ, അതിനാവശ്യമായ പൗച്ചുകൾ, ഇതിനാവശ്യമായ സ്റ്റിക്കർ, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, പുറത്തും അവൈലബിൾ ആണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതെല്ലാം സുലഭമാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ത്രെഡഡ് ക്യാപ്പ് അല്ലാതെ നമുക്ക് ക്രിംപ് ചെയ്യുന്ന ക്യാപ്പ് ഉണ്ട്. ആ തരത്തിലുള്ള ബോട്ടിലുകളുണ്ട്, അതിന് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു സെലക്ട് ചെയ്യണമെങ്കിൽ ധാരാളം മോഡൽ സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. നല്ല പെർഫ്യൂം കണ്ടെത്താം, അത് ഫില്ല് ചെയ്യുക, ഓവർ ക്യാപ്പ് ഇടുക, സ്റ്റിക്കർ ഒടിക്കുക, സ്റ്റാർട്ട് യുവർ ബിസിനസ്. ഫേസ്ബുക്കിലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ തുടങ്ങി നോക്കാം. സക്സസ് ആവണമെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകാം. നന്ദി.